Debate with Dr. Arun Kumar. ആശാവർക്കർമാർ 18 നാളായി കുംഭച്ചൂടിൽ തെരുവിൽ ഉരുകി നിൽക്കുകയാണ്. ഓണറേറിയം വർധനയടക്കം ന്യായമായ ആവശ്യങ്ങളോട് മുഖം തിരിച്ചും പരിഹസിച്ചും സമരത്തെ നേരിടുന്നത് ശരിയാണോ? ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനാവാത്ത രീതിയെന്ന് സാംസ്കാരിക പ്രവർത്തകർ. കേന്ദ്രമാണ് വർദ്ധിപ്പിക്കേണ്ടതെങ്കിൽ സമരക്കാരുമായി യോജിച്ച് കേന്ദ്രത്തെ ബോധിപ്പിക്കുകയല്ലേ സർക്കാർ വേണ്ടത്? ഭൂരിപക്ഷം തങ്ങൾക്കൊപ്പമാണെന്ന് പറയുന്ന CITU പക്ഷത്തോട് ചേർന്ന് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ എന്താണ് ഇപ്പോൾ സമരം ചെയ്യുന്ന വിഭാഗത്തിന് തടസ്സം? സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള പ്രാഥമിക അവകാശത്തെ സർക്കാർ ചോദ്യം ചെയ്യുന്നുണ്ടോ? കുടിശ്ശിക കൊടുത്തു തീർത്തത് സമരത്തിന്റെ ആദ്യഘട്ടത്തിലെ വിജയമല്ലേ? ബദൽ സമരങ്ങളുമായി CITUവിന്റെ പോരാട്ടം ആർക്കെതിരെയാണ്? രണ്ടു പക്ഷങ്ങളായി ചിതറിയ സമരം ആശയറ്റു തുടങ്ങിയോ എന്നാണ് ചോദ്യം. ഈ ഭരണകൂടത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, ഈ ഭരണകൂടം ഒന്നിനും പറ്റാത്തതാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ, ഈ ഭരണത്തെ അട്ടിമറിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അവർ വെച്ച മുദ്രാവാക്യങ്ങളിൽ ഒന്നുപോലും ഇന്ന് ആശമാർ അനുഭവിക്കുന്ന ദുരന്തങ്ങളിൽ ഉള്ളതല്ല. ആ ആരോപണം ഞാൻ നിഷേധിക്കാം. CITUവിന് അങ്ങനെ ഒരു നിലപാടില്ല. ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ അവരെ മോശമാവുക, അവരെ ഭീഷണിപ്പെടുത്തുക എന്ന നിലപാടൊന്നും CITU സ്വീകരിക്കുന്നില്ല. ഇപ്പൊ വേതന കുടിശ്ശിക വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ സമരത്തിന്റെ വിജയമായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കുന്നു. അങ്ങനെ ഒരു കടുംപിടുത്തം സർക്കാരിനില്ല, പ്രത്യേകിച്ച് ആശമാരുടെ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിനില്ല. ആദ്യം അസംബ്ലി ചർച്ച നടത്തി. അസംബ്ലിയുടെ ചർച്ചയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മിനിസ്റ്ററെ കാണണമെന്ന് പറഞ്ഞു. അവർ വരാൻ ഞാൻ പറഞ്ഞു. ഞാൻ ഏതാണ്ട് 1.5 മണിക്കൂർ ചർച്ച നടത്തി. അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അവരുടെ സമരത്തിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. കേരളം ആവശ്യപ്പെട്ടു. ഇതെല്ലാം രേഖയാണല്ലോ, എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖകളുണ്ട്. ആശാ വർക്കേഴ്സിൻ്റെ സമരം നീണ്ടുപോകുന്നത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. ആ സമരം നടത്തുന്നവർ തീവ്രവാദികളാണ്, അല്ലെങ്കിൽ എൻയൂസിയാണെന്നൊക്കെ പറഞ്ഞു ആ സമരത്തെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള സമരമായി ചിത്രീകരിക്കുന്ന CITUവിൻ്റെയൊക്കെ നിലപാട് കാണുമ്പോൾ ഇവർ തൊഴിലാളികളുടെ പാർട്ടിയാണോ അതോ രാജ്യത്തെ മുതലാളിമാരുടെ പാർട്ടിയാണോ? അതിഥികളായി ഇന്ന് മുഖപ്പം അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, പ്രശാന്ത് മലവേൽ BJP പ്രതിനിധി, ആശാവർക്കർ സമരസമിതി നേതാവ് യസ്മിനി എന്നിവരാണ്. ആദ്യം യസ്മിനിയിലേക്ക്. യസ്മിനി തന്നെ പറയുന്നത് കേട്ടു, ഈ കുടിശ്ശിക വേതനം ഇപ്പോൾ കൊടുത്തു തീർത്തിരിക്കുന്നു, അത് ഈ സമരത്തിൻ്റെ ആദ്യഘട്ടത്തിലെ വിജയമായിട്ടാണ് കണക്കാക്കുന്നത് എന്ന്. ഈ സമരം മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? പക്ഷേ അപ്പോഴും കേരളത്തിൻ്റെ ചോദ്യം ഇതാണ്, യഥാർത്ഥത്തിൽ സമരം കേന്ദ്ര സർക്കാരിനെതിരെയാണോ സംസ്ഥാന സർക്കാരിനെതിരെയാണോ? ഈ ചോദ്യത്തിൻ്റെ കാരണം CITU പക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ സമരം ചെയ്യുന്നത് ശരിക്കും ആർക്കെതിരെയാണ്? ഒന്നാമതായി പറയാനുള്ളത്, 3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് ഞങ്ങൾ സമരം ആരംഭിച്ച് 18 ദിവസം പിന്നിടുമ്പോൾ കൊടുത്തു തീർക്കാൻ സർക്കാർ നിർബന്ധിതമായിരിക്കുന്നു. ഈ പൊതുസമൂഹത്തിൽ 232 രൂപ പ്രതിദിന വേതനം കൈപ്പറ്റിക്കൊണ്ട് 26,000-ൽ പരം ആശാവർക്കർമാർ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പൊതുസമൂഹം അറിയുന്നത് ഈ സമരം ആരംഭിച്ചതിന് ശേഷമാണ്. ഇവിടെ CITUവിനെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു പ്രശ്നവുമില്ല, കേന്ദ്രത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ കേരളത്തിൽ ഇങ്ങനെ ഈ 3, 4, 5 മാസമൊക്കെ കുടിശ്ശിക കിട്ടാതെ ആളുകൾ പണിയെടുക്കുന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. അത് പരിഗണിക്കേണ്ട കാര്യമില്ല, കാരണം ഓരോ സംഘടനയ്ക്കും അവരുടെ നിലപാടുകൾ വ്യത്യസ്തമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിനകത്ത് വളരെയധികം കൺസേൺ ആണെന്നുള്ളതാണ്. ഈ പാവപ്പെട്ട സ്ത്രീകൾ എങ്ങനെ ജീവിക്കണമെന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നത്. അങ്ങനെ 232 രൂപ വേതനം വല്ലപ്പോഴും കൊടുത്താൽ മതി. അതും അതിന് മാനദണ്ഡങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പം മാനദണ്ഡങ്ങൾ കൂടെ കഴിയുമ്പോൾ കിട്ടുന്ന തുകയ്ക്ക് അതൊരു വണ്ടിക്കൂലിക്കും ഒരു ഭക്ഷണത്തിനും കഴിഞ്ഞാൽ
പിന്നെ എത്ര തുകയാണ് അതിനകത്ത് അവശേഷിക്കുന്നത്? വളരെ പ്രസക്തമായ വിഷയങ്ങളാണ് മിനി നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. എന്റെ ചോദ്യം, നേരിട്ടുള്ള ചോദ്യം ഇതാണ്. കാരണം ഇതുവരെയുള്ള സമരത്തിന്റെ ഭാഗമായി പൊതുസമൂഹം ആശാവർക്കർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി എന്നത് വസ്തുതയാണ്. അത് നിങ്ങളുടെ വിജയമാണ്. അതിലൊന്ന്, ഈ കുടിശ്ശികയും ഇൻസെൻറ്റീവുകളും ഒക്കെ വേതനവും കുടിശ്ശികയും ഇൻസെൻറ്റീവും ഒക്കെ കുടിശ്ശികയുണ്ടായിരുന്നു നവംബർ മാസം മുതൽ എന്നുള്ളത് വസ്തുതയാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. സർക്കാർ നിർബന്ധിതമായി അത് കൊടുത്തു തീർക്കാൻ സമരത്തിന് വിജയമാണ്. 2, ഇത്ര മാത്രമേ നിങ്ങൾക്ക് വേതനമുള്ളൂ, അതും ഉപാധികളോടെയാണ് എന്ന് നിങ്ങൾ സർക്കാരിനോട് പറയുന്നു. സമരത്തിന്റെ ഭാഗമായി ഉപാധികളും മാനദണ്ഡങ്ങളും നീക്കാൻ സർക്കാർ തയ്യാറാകുന്നു. ഇതും നിങ്ങളുടെ വിജയമാണ്. ഇനി അടുത്തത്, ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതിലേക്ക് പോകുമ്പോൾ, വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുക എന്നതിലേക്ക് പോകുമ്പോൾ, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നതിലേക്ക് പോകുമ്പോൾ, അടിസ്ഥാനമായി ഈ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട സ്കീം കേന്ദ്ര സർക്കാരാണ് എന്നത് നിങ്ങൾ മറക്കുന്നുണ്ടോ? ഭാഗികമായി സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞത് ചെയ്തു എന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെയാണോ മിനി? ഒരിക്കലുമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഈ 2021 പ്രകടന പത്രിക ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഞങ്ങൾ പ്രഖ്യാപിച്ചല്ല, ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പഠന പത്രികയാണ്. അത് 45ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയായി ഉയർത്തും. അങ്കണവാടി, ആശാവർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചകത്തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൌൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും. അതിഥിത്തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. 700 രൂപയാക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ഇവിടെ 700 രൂപയാക്കി ഈ ആശാവർക്കർമാരുടെ അടക്കം എന്ന് പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. എനിക്കതിന് മറുപടി വേണം. CPM പ്രതിനിധിയിൽ അരുൺകുമാറിൽ നിന്ന് KS അരുൺകുമാർ എസ്പിനെ ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെ പ്രകടന പത്രികയിൽ തന്നെ പറയുന്നു 45ാം ഖണ്ഡികയിൽ ഒരു ദിവസം 700 രൂപ കൊടുക്കാം ആശാവർക്കർമാർക്ക്, അംഗൻവാടി ടീച്ചർമാർക്ക്, പാചകത്തൊഴിലാളികൾക്ക് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം ലംഘിച്ചുവെന്നാണ് പറയുന്നത്. ഇന്നവർക്ക് അതിൻ്റെ 1/3 മാത്രമാണ് ലഭിക്കുന്നത് എന്നതാണ് എസ്പിനി അടക്കമുള്ള ആശാവർക്കർമാർ പറയുന്നത്. സമരത്തെ നേരിട്ട രീതി പിഴച്ചുപോയോ KS അരുൺകുമാർ? അതുകൊണ്ടാണോ പൊതുസമൂഹത്തിലും സാംസ്കാരിക മാധ്യമ സാഹിത്യ മേഖലകളിൽ നിന്നുള്ളവരും പൊതുവെ ആശാവർക്കർമാർക്കൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെ എന്ന നിലപാട് സ്വീകരിക്കുന്നത്? ഡോക്ടർ അരുൺ, ഈ ചർച്ച തുടങ്ങുന്നതിൻ്റെ ഇൻട്രോയുടെ ഭാഗമായി താങ്കൾ നടത്തിയ ഒരു പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ്. താങ്കൾ പറഞ്ഞത് ഇപ്പോൾ 18 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന് എതിരെ, ഇവർക്കെതിരെ, അതായത് സമരം നടത്തുന്നവർക്കെതിരെ ഇന്ന് CITUവിൻ്റെ സമരം എന്ന രൂപത്തിലാണ്. സമരം നടക്കുന്ന ഒരാൾക്കെതിരെയും അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കെതിരെയും CITU സമരം നടത്തിയിട്ടില്ല. CITU സമരം നടത്തുന്നത് ആ മേഖലയിലെ മുഴുവൻ തൊഴിലാളികൾക്കും വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും തൊഴിലിടത്തിൽ CITUവിന് മെമ്പർഷിപ്പുള്ള അംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല CITU സമരം നടത്തുന്നത്. ആ മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ടാണ്. ഞങ്ങൾ സമരം നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്ത ഡീറ്റെയിൽ റെപ്രസെൻറ്റേഷൻ്റെ ഭാഗമായി നവംബർ മാസത്തിൽ നടത്തിയ ആശാ വർക്കേഴ്സിന് രാജ്യത്താകമാനം 26,000 രൂപയാക്കി അവരുടെ ശമ്പളം മാറ്റണം, അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം. തൊഴിലാളിയായിട്ട് അംഗീകരിക്കുമ്പോഴാണ് അവർക്ക് സാലറി കിട്ടുക. അവർക്ക് സാലറിയാണ് കൊടുക്കേണ്ടത്, ഹോണറേറിയം ഇൻസെൻറ്റീവുമല്ല. തൊഴിലാളിയായി അംഗീകരിച്ച് സാലറിയായി 26,000 രൂപ കൊടുക്കണം എന്നതുൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ആ ആവശ്യത്തിൽ നവംബർ മാസത്തിൽ ഞങ്ങൾ കൊടുത്ത റെപ്രസെൻറ്റേഷൻ ഞാൻ താങ്കളുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ നിരന്തരമായി സമരം നടന്നു. ആദ്യത്തെ സമരം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ്. 16/10/2024 സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ചർച്ചയുടെ ഭാഗമായി ഇരുത്തി, സമര നേതാക്കന്മാരെ ഇരുത്തി വിശദമായി ഞങ്ങളുടെ റെപ്രസെൻറ്റേഷൻ പരിശോധിച്ച് പരിഗണിച്ച് കുറേ കാര്യങ്ങളിൽ തീരുമാനമായി. അന്ന് നടത്തിയ മിനിറ്റ്സിൻ്റെ കോപ്പിയും ഞാൻ താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഫെബ്രുവരി മാസം 6-7 തീയതികളിൽ സമരം നടന്നു. 5000-ലധികം പേർ നടത്തിയ രാപ്പകൽ സമരം, ഉപരോധ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സമരത്തിലും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഒത്തുതീർപ്പ് ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ പറഞ്ഞ ഒന്നാമത്തെ തീരുമാനം, ആശയുടെ സർക്കുലർ പരിഷ്കരിക്കുന്നതിനായി DHSലെയും NHMലെയും ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കും. പ്രസ്തുത കമ്മിറ്റി പഠനം നടത്തി ഉപാധിരഹിത ഓണറേറിയം സംബന്ധിച്ച തീരുമാനത്തിനായി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനമെടുത്തത് 6-ാം തീയതിയാണ്. 2 ആഴ്ച പൂർത്തീകരിക്കുന്നത് 20-ാം തീയതിയാണ്. അതായത് ഫെബ്രുവരി 20-ാം തീയതി, 7 ദിവസങ്ങൾക്ക് മുൻപാണ്. പ്രസ്തുത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനം വരുന്നതുവരെ പ്രതിമാസ ഓണറേറിയം ഉപാധികൾ
നിലവിലെ 10-ൽ 5 ഉപാധികൾ പൂർത്തീകരിച്ചാൽ ആശമാർക്ക് മുഴുവൻ പ്രതിമാസ ഓണറേറിയം നൽകാൻ തീരുമാനിച്ചു. താങ്കൾ അടക്കം സൂചിപ്പിച്ചത്, അതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്ത് എസ് മിനി സൂചിപ്പിച്ചത് 18 ദിവസമായി നടക്കുന്ന ചർച്ചയുടെ തീരുമാനം എന്ന രൂപത്തിൽ ഇന്ന് ഓണറേറിയം വിതരണം ചെയ്തു, കുടിശ്ശിക തീർത്തു എന്ന രൂപത്തിലാണ്. എന്നാൽ അത് തെറ്റാണ്. 6-ാം തീയതി ഇവിടെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സമരം നടത്തിയ സംഘടനയുടെ സമര നേതാക്കളുമായി ചർച്ച നടത്തി. അതിൻ്റെ ഭാഗമായി ഒരു കമ്മിറ്റിയെ വച്ച് ഒരു പഠനം നടത്തി. അത് 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചാൽ ഉടൻ നടപടി. ആ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇന്നലെയോടുകൂടി ഈ പെൻഡിംഗ് ഉള്ള കുടിശ്ശിക മുഴുവൻ വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഏതെങ്കിലും സമരത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമല്ല, മുഴുവൻ ആശാവർക്കേഴ്സും. ഈ കേരളത്തിൽ ആകെയുള്ള ആശാവർക്കേഴ്സിന്റെ എണ്ണം 26,125 ആ 26,125 പേർക്കും കിട്ടുന്ന തരത്തിലാണ് ആ തീരുമാനം. പിന്നെ ഇവിടെ ഈ സ്കീം കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണ്. നമുക്കറിയാം ഇതിൽ എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടാണ് താങ്കൾ കേന്ദ്ര പദ്ധതിയാണെന്ന് പറയുമ്പോഴും ഈ 45-ാം ഖണ്ഡികയിൽ ആശാവർക്കർമാരടക്കമുള്ള അസംഘടിത തൊഴിലാളി വർഗത്തിന് അടിസ്ഥാന ശമ്പളം 700 രൂപയാക്കും എന്ന് വാഗ്ദാനം ചെയ്തത് ഇതേ പാർട്ടിയല്ലേ? ഇന്നിപ്പോൾ 233 രൂപയിൽ നിന്ന് 700 രൂപയാക്കണമെന്ന് അവർ ന്യായമായും ആവശ്യപ്പെടുമ്പോൾ അത് കേന്ദ്ര പദ്ധതിയാണ് എന്ന് പറഞ്ഞൊഴിയാൻ കഴിയുമോ എന്നാണ് ചോദ്യം. അതെ, ഞാൻ പറയാം. ഇവിടെ പ്രകടന പത്രികയിൽ ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ വച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വാഗ്ദാനം ഇവിടെ വായിച്ചതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 രൂപ ആക്കും എന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ അത് 1600 ആണ്. അത് വർദ്ധിപ്പിക്കണം, 2500 ആക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം, നമ്മളുടെ എല്ലാം ആഗ്രഹം. അതിനുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഗവൺമെന്റ് വലിയ രൂപത്തിൽ അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് അത്തരത്തിൽ വർദ്ധിപ്പിക്കാനുള്ളൊരു സാഹചര്യം വന്നാൽ അപ്പോൾ തന്നെ വർദ്ധിപ്പിക്കും. രണ്ടാമത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു തൊഴിലാളിയായി അംഗീകരിച്ച് ഒരു സാലറി കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് മിനിമം വേജസ് ആപ്ലിക്കേഷൻ വരിക, മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിലേക്ക് വരിക. ആ മിനിമം വേജസിന്റെ പരിധിയിൽ ഇവരെ കൊണ്ടുവരണമെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഈ രാജ്യത്ത് 10 ലക്ഷം ആശാ വർക്കേഴ്സ് ഉണ്ട്. ഈ 10 ലക്ഷം ആശാ വർക്കേഴ്സ് 28 സ്റ്റേറ്റിലായി കിടക്കുമ്പോൾ ഏകദേശം 20 സ്റ്റേറ്റിൽ പെട്ട ആശാ വർക്കേഴ്സാണ് ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് നവംബർ മാസത്തിൽ വലിയ സമരം നടത്തിയത്. അതിന്റെ മുഖ്യ മുദ്രാവാക്യം അവരെ തൊഴിലാളിയായി അംഗീകരിക്കണം, അവർക്ക് സാലറിയാക്കി മാറ്റണം, അതോടൊപ്പം തന്നെ മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ വരണം. മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ വന്നാൽ ഈ കേരളത്തിൽ കിട്ടുന്ന മിനിമം വേജസ് മറ്റു സംസ്ഥാനങ്ങളുടെ 2 ഇരട്ടിയോളമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ 186 രൂപ മുതൽ 233 വരെ മിനിമം വേജസ് വിവിധ മേഖലകളിൽ മേടിക്കുമ്പോൾ ഇവിടെ 700-ലധികമാണ് മിനിമം വേജസ്. അതിലേക്ക് ആക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏതെല്ലാം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരളം ചർച്ച ചെയ്യുന്ന ആശാവർക്കർമാരുടെ വിഷയത്തിൽ പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഉയരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. യസ്മിനി, 2 കാര്യങ്ങൾ. ഒന്ന്, ഈ CITUവിൻ്റെ സമരം യഥാർത്ഥത്തിൽ നിങ്ങൾക്കെതിരെയാണോ, നിങ്ങളുടെ സമരത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണോ? രണ്ടാമത്തത്, ഇപ്പോൾ താങ്കളുടെ പ്രകടന പത്രികയിലെ ചോദ്യത്തിനുള്ള മറുപടിയായ അരുൺകുമാർ പറയുന്നത് ഇത് കേന്ദ്ര സ്കീമാണ്, കേന്ദ്ര സ്കീമിൻ്റെ പരിധിയിൽ നിങ്ങൾ ഒരു സ്കീമിലെ സന്നദ്ധ പ്രവർത്തകരാണ്, നിങ്ങളെ തൊഴിലാളികളാക്കുക എന്നൊരാവശ്യം നിങ്ങൾക്കുണ്ടോ? അങ്ങനൊരാവശ്യം കേന്ദ്രത്തിനെതിരെ നിങ്ങൾ സമരം ചെയ്യാൻ തയ്യാറാണോ? ഈ മുദ്രാവാക്യത്തിൽ ഏതെങ്കിലും ഒന്ന് കേന്ദ്രത്തിനെതിരെ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി സന്നദ്ധ സംഘടനാ പ്രവർത്തകരായ നിങ്ങളെ തൊഴിലാളികളാക്കി മിനിമം വേജസ് ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരുത്തേണ്ടത് കേന്ദ്രമാണെന്നിരിക്കെ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് എന്തിനാണ്? അരുൺകുമാർ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഒന്ന്, ആശാവർക്കർമാർക്ക് നിലവിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് കേന്ദ്രത്തോടും സംസ്ഥാനത്തോടും ഞങ്ങളുടെ പ്രതിഷേധമുണ്ട്, ഞങ്ങൾക്ക് ഡിമാൻഡുകളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഞങ്ങൾ 2 തവണ പാർലമെന്റ് മാർച്ചുകൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. കേരളത്തിൽ നടക്കമുള്ള ആശാവർക്കർമാരടക്കം ആ മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. 2, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പണികൾ ചെയ്യുന്നത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സംസ്ഥാനം നിശ്ചയിക്കുന്ന പണികളുണ്ട്, ആ ജോലികൾ കൂടിയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വിട്ടുപോകരുത്. ഈ ഉപാധി എങ്ങനെയാണ് വന്നത്? ഉപാധി രഹിത ഓണറേറിയത്തിന് വേണ്ടി സമരം ചെയ്യുകയാണ് CITU. എന്തൊരു വിരോധാഭാസമാണ് നമ്മൾ നോക്കണം. കാരണം ഉപാധി ഏർപ്പെടുത്തിയത് CITU ആണെന്ന് ഇപ്പൊ അരുൺകുമാർ പറഞ്ഞ കഴിഞ്ഞ തവണ NHM ഡയറക്ടർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ അവരുടെ സംസ്ഥാന നേതാക്കളായ 2 വനിതകളോട് പറഞ്ഞു. ശരിയാണ്, ഞങ്ങളാണ് പറഞ്ഞത്. കാരണം ആശാവർക്കർമാർ പണിയെടുക്കാത്തൊരു സാഹചര്യത്തിൽ അവർക്ക് ഉപാധി വെക്കണമെന്ന് ഞങ്ങളുടെ ശുപാർശയാണെന്നും ഇപ്പോൾ ആശാവർക്കർമാർക്ക് എടുത്താൽ പൊങ്ങാത്ത പണിയാണ്, അതുകൊണ്ട് ഉപാധികൾ പിൻവലിക്കണമെന്നും
ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് അവർ കുറ്റസമ്മതം നടത്തിയത്. അവരുടെ നേതാക്കൾ പറയട്ടെ അല്ലെന്ന്. 2018 അന്ന് 2000 രൂപ ഉണ്ടായിരുന്ന ഓണറേറിയം 4000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. പക്ഷെ 1 രൂപ പോലും ബഡ്ജറ്റിൽ അതിന് അധികമായി നീക്കി വെച്ചിരുന്നില്ല. അന്വേഷിക്കുമ്പോൾ എന്താണ്, അതിന് 8 ഉപാധികൾ, അന്ന് 4000 രൂപയ്ക്ക് അന്ന് 10 ഉപാധികൾ വെച്ചു. ഒരു ഉപാധിക്ക് 400 രൂപ നിരക്കിൽ ഉപാധികൾ വെച്ചു. ഞങ്ങൾ അതിനെതിരെ നിയമസഭാ മാർച്ച് നടത്തി. സർക്കാരിനോട് പിൻവലിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ പിൻവലിച്ചില്ല. എന്ന് മാത്രവുമല്ല, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ശ്രീ ഡോക്ടർ അരുൺ, അതായത് 1000 പോപ്പുലേഷന് ഒരു ആശ എന്നതായിരുന്നു ഇവിടെ ഈ ആശാ വർക്കർമാരെ നിയമിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല, അതൊരു സന്നദ്ധ പ്രവർത്തന നിലയ്ക്ക് അതൊരു കമ്പൽസറി സർവീസ് അല്ല. പക്ഷെ ഈ 2018 ഇതിനെ കമ്പൽസറി ആക്കി മാറ്റി. ആശാവർക്കർ ആയിരിക്കുന്ന ഒരാൾ മറ്റൊരു ജോലിക്ക് പോകാൻ പാടില്ല എന്ന് ഉത്തരവിറക്കിയിട്ടുണ്ട് ഈ സംസ്ഥാനത്ത്. വേറെ ഏത് സംസ്ഥാനത്താണ് അങ്ങനെയുള്ളത്? അങ്ങനെ ഉത്തരവിറക്കുകയും 1000 പോപ്പുലേഷൻ ഒരു ആശയം എന്നുള്ളതിനെ മാറ്റി ഒരു വാർഡിലേക്ക് ഒരു ആശയം എന്നാക്കി മാറ്റി. അങ്ങനെ വരുമ്പോൾ എന്താണ്, 2500, 3000, 3880, 4000 പോപ്പുലേഷൻ വരെ നോക്കുന്ന ആശയമുണ്ട്. അല്ല, അതെനിക്ക് മനസ്സിലായി. നമുക്ക് അതാരോട് ചോദിക്കാം. കാര്യം കേന്ദ്ര സ്കീമിൽ സംസ്ഥാന സർക്കാർ അവരുടെ ഇഷ്ടപ്രകാരം മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുകയും എന്നാൽ അതിന് ആനുപാതികമായി ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മിനിയുടെ വാദം. മനസ്സിലായി. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളെ ഈ 700 രൂപയുടെ മിനിമം വേജസ് ആക്ടിലേക്ക് പരിഗണിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ നിങ്ങളെ സന്നദ്ധ സേവകർ എന്ന പട്ടികയിൽ നിന്ന് മാറ്റി തൊഴിലാളികളാക്കണ്ടേ? അത് കേന്ദ്ര സർക്കാരിനല്ലേ കഴിയൂ? അത് ചെയ്യണം. പക്ഷെ അത് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം? ഈ ആളുകളെ പീഡിപ്പിക്കണമെന്നാണോ പറയുന്നത്? അങ്ങനെ കേന്ദ്രം ചെയ്യാതിരിക്കുമ്പോൾ യോജിച്ച പ്രക്ഷോഭം ഉണ്ടാകണം, തീർച്ചയായിട്ടും ഉണ്ടാകണം. അത് ചെയ്തില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാർ കൈവഴിയാണോ വേണ്ടത്? അതെ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മിനി. അതിനുള്ള മറുപടി പറയേണ്ടത് അരുൺകുമാറാണ്. കാരണം പ്രകടന പത്രികയിൽ ഇതറിയാതെയല്ലോ ആ വാഗ്ദാനം നൽകിയിട്ടുണ്ടാവുക. അത് പിന്നെ ചോദിച്ചത് വളരെ ലോജിക്കലായ പോയിന്റാണ്. ഇനി ആ ചോദ്യം അരുണിനോട് ചോദിക്കാം. എനിക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട്, വളരെ സ്പെസിഫിക്. ഇടവേളയ്ക്ക് പോകുന്നതിന് മുൻപ് ഞാൻ മിനിയിലേക്ക് തിരിച്ചു വരാം. ഒരു ചോദ്യം കൂടിയുണ്ട് മിനി ഒരു നിമിഷം കേൾക്കൂ. അതായത് ഇപ്പോൾ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോഴും അത് സംസ്ഥാന സർക്കാർ മാത്രം വർദ്ധിപ്പിക്കണമെന്ന നിലപാടിൽ നിങ്ങൾ നിൽക്കുന്നു എന്നതാണ് CITU പക്ഷത്തിന്റെ വിമർശനം. CITU പക്ഷം ഇന്ന് സമരം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനോടാണ്. കാര്യം ഓണറേറിയത്തിന് 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്രവും സംസ്ഥാനവും കൊടുക്കേണ്ടത്. 10,000 രൂപ ഓണറേറിയം തരാൻ കേന്ദ്രം തീരുമാനിച്ചാൽ 6,000 രൂപ കേന്ദ്രം തരണം. ഇപ്പോൾ 1,200 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നിടത്ത് 6,000 രൂപ കേന്ദ്രം തരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. എന്തുകൊണ്ടാണ് കേന്ദ്രമാണ് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കാത്തത്? 2,000 രൂപയിൽ പിടിച്ചു കെട്ടി നിർത്തിയിരിക്കുന്നത് കേന്ദ്രമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയാതെ പോകുന്നത്? ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേന്ദ്രത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് പണം വാങ്ങാൻ അല്ലെങ്കിൽ അതിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാനാണ് നമ്മളുടെ പാർലമെന്റിലേക്ക് ആളുകൾ പോകുന്നത്. രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ നമ്മൾ ആളുകളെ പറഞ്ഞുവിടുന്നത് അതിനാണ്. അത് പോരാഞ്ഞിട്ട് ആണ് KV തോമസിനെ പോലെ ഒരാളെ വലിയൊരു ശമ്പളം കൊടുത്തോടെ ഇരുത്തിയിരിക്കുന്നത്. എന്തിനാണ് ഇവരൊക്കെ പോകുന്നത് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ആശാവർക്കർമാർ പോയി വാദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത് മിനി? ഞാൻ പറഞ്ഞത് അത് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ശ്രീ ഡോക്ടർ അരുൺകുമാർ? അങ്ങനെ കിട്ടുന്നില്ല. ഈ കേരളത്തിലെ 26,000 ആശമാരോട് നിങ്ങൾ മറ്റൊരു പണിക്ക് പോകരുത് സർക്കുലർ ഇറക്കി വെച്ചിട്ട് നിങ്ങൾ 3 മാസവും 4 മാസവും ഞങ്ങൾ പണം തരില്ല എന്ന് ഇവിടെ ശാഠ്യം പിടിച്ചിട്ട് പിന്നെ എങ്ങനെ ഫീൽഡിൽ പോകണമെന്നാണ്? അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് ഇവർ പണം കൊടുക്കാതിരിക്കുമ്പോൾ ചെയ്ത ജോലിയുടെ കൂലി കൊടുക്കാതിരുന്നിട്ട് നിങ്ങൾ എല്ലാ ദിവസവും പണി? അത് ഞാൻ സമ്മതിച്ചു മിനി, അത് പിന്നീട് ലോജിക്കലായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് അരുണാണ് മറുപടി പറയുന്നത്. പക്ഷേ എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ഈ സമരം നിങ്ങൾ സംസ്ഥാന സർക്കാരിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ, CITU സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ഡോക്ടർ അരുൺകുമാർ കരുതുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തെ ഒരു പ്രത്യേകത എന്താണ്? പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് അല്ല, അത് CITU ഒരു വിഷയമാണ്. നിങ്ങൾക്ക് അതിനകത്ത് രാഷ്ട്രീയ താല്പര്യമില്ലല്ലോ. CITU ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട്. അതുകൊണ്ട് CITU സംസ്ഥാന സർക്കാരിന് എതിരായി സമരം ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമില്ലല്ലോ മിനി. നിങ്ങൾക്ക് തുറന്നു തന്നെ പറയാമല്ലോ, 3 കാര്യങ്ങൾ കേന്ദ്രം ചെയ്യണം, 3 കാര്യങ്ങൾ സംസ്ഥാനം ചെയ്യണം. പക്ഷെ അങ്ങനെ കാണുന്നില്ല. ഞങ്ങൾ കാണുന്നുണ്ട്. അത് ഡോക്ടർ അരുൺകുമാറിന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ സമരപന്തലിലേക്ക് പിന്തുണയുമായി വന്ന ഇതര രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പിന്തുണയുണ്ടെന്ന് പ്രസംഗിക്കുകയല്ല വേണ്ടുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ കേന്ദ്രത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. കേരളത്തിന് കൊടുക്കാനുള്ള കുടിശ്ശിക നിങ്ങൾ കൊടുക്കണം. ഈ സമരം കേന്ദ്രത്തിനെതിരെ കൂടിയാണ് അല്ലേ മിനി? ഈ സമരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവേചനപരമായ നിലപാടിനെതിരെയാണ്. ഡോക്ടർ അരുൺകുമാർ,
ഡോക്ടർ അരുൺകുമാർ ഈ കേരളത്തിൽ 62 വയസ്സിൽ ആശമാരോട് പിരിഞ്ഞു പോകാൻ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു. മന്ത്രി ഉത്തരവ് മരവിപ്പിച്ചിരിക്കുകയാണെന്ന് കള്ളം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ NHM ഡയറക്ടർ നമുക്ക് തന്നിരിക്കുന്നു. ആ ഉത്തരവ് നിലനിൽക്കുന്നു. 62 വയസ്സുകാരോട് പിരിഞ്ഞു പോകാൻ പറയുന്നു. ഈ കാലം അത്രയും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് 62 വയസ്സായവർ നിങ്ങൾ വെറും കൈയോടെ പൊക്കോണം. നിങ്ങൾക്ക് അപകടം പറ്റിയാൽ 10 വയസ്സാണ്. കേന്ദ്ര സ്കീമിൽ അത് എത്രയാണ്? ആരോടാണ്? മിനിയോടാണ്. എന്നോടാണോ? അതെ. കേന്ദ്ര സ്കീമിൽ 65 ആണോ 62 വിരമിക്കൽ പ്രായം? കേട്ടില്ല ചോദ്യം. കേന്ദ്രം അങ്ങനെ ഒരു വിരമിക്കൽ പ്രായം നിശ്ചയിച്ചിട്ടില്ല. അത് എല്ലാ സംസ്ഥാനങ്ങളോടും അവരവരുടെ സംസ്ഥാനത്തിന്റെ സാഹചര്യം അനുസരിച്ച് തീരുമാനിച്ചോളാനേ പറഞ്ഞിട്ടുള്ളൂ. ശരി, ഞാൻ കേന്ദ്രത്തിന് അങ്ങനെ ഒരു പൊതു പോളിസി ഇല്ല. പ്രശാന്ത് മലവയിലേക്ക്. പ്രശാന്ത് മലവയിൽ, കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്കീമിനോടനുബന്ധിച്ച് അവർക്ക് നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ന്യായമായിട്ടുമുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാർ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണോ? ഇപ്പോൾ കേരളത്തിൽ 2 വിഭാഗങ്ങളായി തിരിഞ്ഞാണ് സമരം നടക്കുന്നത്. CTUവിൻ്റെ ആശാ വർക്കേഴ്സ് ഫെസിലിറ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന സമരത്തിൽ സ്ഥിരം ജീവനക്കാരായി അവരെ പരിഗണിക്കണം, അവരെ സ്കീമിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകർ എന്നുള്ള ടാഗ് മാറ്റണം, അവരെ മിനിമം വേജസ് ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം, അവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകണം, വിരമിക്കൽ പ്രായം ഉയർത്തണം, അവർക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കണം. ഇതൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ തന്ത്രപരമായ മൗനം പാലിക്കുകയാണോ? യഥാർത്ഥത്തിൽ ഒരു കേന്ദ്ര സ്കീമാണ് ഈ ആശാ വർക്കേഴ്സ് എന്ന് ഇരിക്കെ. ഒരിക്കലുമല്ല. ഇത് മനഃപൂർവ്വം വീണ്ടും വീണ്ടും തെറ്റിദ്ധരിപ്പിച്ച് ഈ പാവങ്ങളെ വീണ്ടും ദുരിതക്കയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമം മാത്രമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് ഏറ്റുപിടിക്കുകയാണ് CITU എന്ന് പറയുന്ന പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആശാ വർക്കർമാർ കഴിഞ്ഞ 18 ദിവസമായി സമരം ചെയ്യുന്നു. ഈ 18 ദിവസവും അവർക്ക് 232 രൂപയെ വേതനമുള്ളൂ എന്നുള്ളത് ഈ പൊതുസമൂഹം മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ഈ 232 രൂപയും ഈ 18 ദിവസവും നഷ്ടപ്പെട്ടു. ഏകദേശം 4,600 രൂപയോളം അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതൊരിക്കലും തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ആരാണത് തിരിച്ചു കൊടുക്കുക എന്നറിയില്ല. എന്തായാലും അത് പോയിട്ടുണ്ട്. എന്താണ് ആശാ വർക്കർമാരുടെ പണി? ആശാ വർക്കർമാർ രാവിലെ എണീറ്റ് അവരുടെ വാർഡുകളിൽ, നേരത്തെ സൂചിപ്പിച്ചല്ലോ അതിൻ്റെ വ്യാപ്തിയും വലുപ്പവും ഒക്കെ മാഡം സൂചിപ്പിച്ചല്ലോ, മിനി എന്ന് പറയുന്ന സഹോദരി സൂചിപ്പിച്ചല്ലോ, അതിൻ്റെ വ്യാപ്തവും ആഴവും പരപ്പും ഒക്കെ അവർ സൂചിപ്പിച്ചല്ലോ. അവർക്ക് കിട്ടേണ്ടിയിരുന്ന കുടിശ്ശിക, രാവിലെ മുതൽ പണിയെടുക്കുന്ന, ഏതെങ്കിലും വാഹനത്തിൽ പോയിട്ടല്ല അവർ പണിയെടുക്കുന്നത്, അവർ നിരന്തരം ഇങ്ങനെ കാൽനടയായി യാത്ര ചെയ്ത് ഓരോ വീടുകളും സന്ദർശിച്ച് ആ വീടുകളിലുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കി അത് സംസ്ഥാന സർക്കാരിനെ ബോധ്യപ്പെടുത്തി, ആരോഗ്യ മന്ത്രാലയത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തി, അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ ആരോഗ്യ മന്ത്രാലയത്തെയും ബോധ്യപ്പെടുത്തി, പ്രതിരോധ മരുന്ന് കൊടുക്കേണ്ട ആളുകൾക്ക് പ്രതിരോധ മരുന്നുകൾ കൊടുത്ത്, കുത്തിവയ്പ്പ് കൊടുക്കേണ്ട ആളുകൾക്ക് കുത്തിവയ്പ്പ് കൊടുത്ത്, ഇങ്ങനെയെല്ലാം ദൈനംദിനം ഏകദേശം 10-12 മണിക്കൂറുകളോളം വെയിലും മഴയും കൊണ്ട് നടന്ന് പണിയെടുത്ത് ആ പാവപ്പെട്ട അമ്മമാർക്ക് കൊടുക്കേണ്ടുന്ന ശമ്പളം അത് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഈ കഴിഞ്ഞ 10-18 ദിവസമായിട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പാവങ്ങൾ സമരം ഇരുന്നത്. സമരത്തിന് വാസ്തവവുമാണ്. എന്നാൽ അങ്ങ് ഇടയ്ക്ക് ശമ്പളം അങ്ങനെ പോലെ ശമ്പളം എന്ന് പറഞ്ഞു തീർക്കാറ്. കൂലി സാധാരണ നാട്ടിൽ ഓണറേറിയമാണ്. കേന്ദ്ര സർക്കാർ പദ്ധതിയായ കേന്ദ്രത്തിന്റെ സ്കീമായ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾക്ക് ഓണറേറിയമാണ്. അത് ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. കാരണം അങ്ങനെയല്ല, CITUവിന്റെയും ഇപ്പോൾ ഇരിക്കുന്ന മിനിയുടെയും ആവശ്യം അവർക്ക് ശമ്പളം കൊടുക്കണം എന്നുള്ളതാണ്. ശമ്പളം കൊടുക്കേണ്ടതാണ്. പ്രശാന്ത് മലവയിൽ, കഴിഞ്ഞ 3 മാസക്കാലം അത് കേരളത്തിൽ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. പ്രശാന്തിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകണം. വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഒരുപാട് കൃത്യബാഹുല്യമുള്ള, ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വരുന്ന ഈ ആശാ വർക്കർമാർക്ക് ഇപ്പോൾ ഓണറേറിയമായി കേന്ദ്ര സർക്കാർ നൽകുന്നത് 2000 രൂപയാണ്. ശരിയല്ലേ? തെറ്റുണ്ടെങ്കിൽ അങ്ങേക്ക് തിരുത്താം. ഈ സ്കീം പ്രകാരം 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് മുടക്കേണ്ടത്. കേന്ദ്രത്തിൻ്റെ ഈ സ്കീം പ്രകാരം കേരള സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടത് എത്ര രൂപയാണ്? പ്രശാന്ത് മലവയിൽ, അങ്ങ് പറയൂ. ഓണറേറിയമായി അങ്ങ് പറഞ്ഞതുപോലെ ശമ്പളമല്ല. അങ്ങനെയല്ല, അതിലേക്ക് ഞാൻ വരാം. അടിസ്ഥാനമായിട്ടുള്ള വിഷയം ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ
അല്ലല്ലല്ല, ഞാനതിലേക്ക് വരാം. ഞാനതിലും മാറിപ്പോകുന്നില്ല. അതായത് ഈ പബ്ലിക് ഹെൽത്ത് ആരുടെ കീഴിലുള്ളതാണ്? സംസ്ഥാന സർക്കാരിൻ്റെ അണ്ടറിലുള്ളിൽ 35 ക്രൈറ്റീരിയ നിശ്ചയിച്ചിട്ടുള്ളത് ആരാണ്? സംസ്ഥാന സർക്കാർ. പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുക്കാൻ മാത്രം സംസ്ഥാന സർക്കാരിന് സാധിക്കാത്തത്? അത് മുഴുവൻ ബാക്കി കാര്യങ്ങളിൽ എല്ലാ പണികളും ഈ ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നു. 35 പണി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു. നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നു. 232 രൂപയെ കൊടുക്കുള്ളൂ എന്ന് മാത്രം സംസ്ഥാന സർക്കാരിന് പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇത് തെറ്റാണ്. പബ്ലിക് ഹെൽത്ത് സംസ്ഥാനത്തിന്റെ സബ്ജക്റ്റ് ആണ്. അത് ന്യായമായ ചോദ്യമാണ് പ്രശാന്ത്. ആ ചോദ്യത്തിന് മറുപടി അരുൺ തരട്ടെ. 35ഓളം കണ്ടീഷനുകൾ എഴുതിയത് കേന്ദ്രമല്ലല്ലോ, സംസ്ഥാന സർക്കാരല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇനി എന്റെ ചോദ്യത്തിനൊക്കെ മറുപടി പറയൂ. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് ആരാണ്? മറ്റത് ഇൻസെന്റീവുകളാണ്. ആ ഇൻസെന്റീവുകളാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് 9500 രൂപ ഇൻസെന്റീവുകൾ മിനിമം സംസ്ഥാന സർക്കാർ കൊടുക്കുന്നുണ്ട് എന്നാണ്. 9500 രൂപ ഇൻസെന്റീവുകൾ കൊടുക്കുന്നുണ്ട് എന്നാണ് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. കോമൺ പോളിസി ഉണ്ട്. ഇനി അങ്ങ് പറയൂ, ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് ആരാണ്? ഇൻസെന്റീവുകൾ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും വർദ്ധിപ്പിക്കാം. ഇതിൽ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ? അരുൺ സാറേ, കഴിഞ്ഞ 10-18 ദിവസമായി ഇന്നലെയല്ലേ ഓണറേറിയം കുടിശ്ശിക ഉണ്ടായിരുന്നത് കൊടുത്തത്? അതെന്തായിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നത് കൊടുക്കാൻ എന്തായിരുന്നു ഇവർക്ക് പ്രശ്നം? എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഈ ആശാ വർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് 100 കോടി രൂപ NHMന്റെ പേരിൽ കുടിശ്ശികയാണെന്നാണ് മന്ത്രി പറയുന്നത്. NHMന്റെ കുടിശ്ശിക 100 കോടി ഉണ്ടെന്ന് പറയുന്നു. മാത്രമാണ് ഇതുകൊണ്ട് ഉപകരിക്കുന്നത്. നോക്കൂ, ക്രൈറ്റീരിയ നിശ്ചയിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാർ, പബ്ലിക് ഹെൽത്ത് സംസ്ഥാനത്തിന്റെ സബ്ജക്ട്. അവരാണ് ഓണറേറിയം കൊടുക്കേണ്ടത്, അവരാണ് അത് നിശ്ചയിക്കേണ്ടത്. എത്ര തുക എന്നുള്ളതും എത്രയാണ് കൊടുക്കേണ്ടത്. മറ്റു സംസ്ഥാനങ്ങളിൽ കൂട്ടിക്കൊടുക്കുന്നുണ്ടല്ലോ. ആന്ധ്രാപ്രദേശിൽ കൂടുതലാണല്ലോ, ഒഡീഷയിൽ കൂടുതലാണല്ലോ, ഒറീസയിൽ കൂടുതലാണല്ലോ. അതെന്താണ് ഇവിടെ കൂടുതലില്ലാത്തത്? സംസ്ഥാനം കൊടുക്കേണ്ടത് സംസ്ഥാനം കൃത്യമായി കൊടുക്കണം. 700 രൂപ എന്നുള്ള മാനദണ്ഡം നിശ്ചയിക്കണം. ഇവർക്ക് 700 രൂപ മാനദണ്ഡം ആര് നിശ്ചയിക്കണം? 700 രൂപ എന്തായി നിശ്ചയിക്കണം? 700 രൂപ എന്തായി നിശ്ചയിക്കണം? സംസ്ഥാനങ്ങളിലും ഓണറേറി, അതായത് 700 രൂപയെങ്കിലും ഒരു മിനിമം വേതനം ഇവർക്ക് കിട്ടണ്ടേ? അല്ലല്ല പ്രശാന്ത്, ആ വാക്കുകളൊക്കെ പ്രശ്നമാണ്. കാരണം മിനിമം വേതനം എന്ന് പറഞ്ഞാൽ ഇവരെ വേജസ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. വേജസ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാരാണോ? 35 മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് അത് ഇൻസെന്റീവുകളാണ്. താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇൻസെന്റീവുകളായിരിക്കും. മിനിമം വേതനം 700 ആക്കാൻ കഴിയില്ല. മിനിമം വേതനം സംസ്ഥാന സർക്കാരിന് 700 ആക്കാൻ കഴിയുമോ പ്രശാന്ത്? അത് സംസ്ഥാന സർക്കാരിനല്ലോ, കേന്ദ്ര സർക്കാരിനല്ലേ കഴിയുക. കേരളത്തിൽ പണിയെടുപ്പിക്കുന്നത് അല്ലല്ല, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നേരത്തെ മേഡം സൂചിപ്പിച്ചല്ലോ, മറ്റ് പണികൾക്ക് പോകുന്നതിന്, മറ്റ് തൊഴിലെടുക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രശ്നമില്ല. അപ്പൊ ഇൻസെന്റീവ് കൊടുക്കണം. മറ്റു ജോലികൾ ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കിയ സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ ഇൻസെന്റീവ് കൊടുക്കണം എന്നതാണ് പ്രശാന്തിന്റെ അഭിപ്രായം. ഞാനത് മനസ്സിലാക്കുന്നു. അതാണ് അതിന്റെ സാങ്കേതികമായതാണ് ശരി പ്രശാന്ത്. കാര്യം മിനിമം വേജസ് ആക്ട് നടപ്പിലാക്കാൻ കഴിയില്ല. അത് സംസ്ഥാന സർക്കാരിന് കഴിയില്ല, കേന്ദ്ര സർക്കാരിനെ കഴിയൂ. അത് കേന്ദ്രം ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ് പ്രശാന്ത്? അതിനങ്ങ് ഉത്തരം പറയൂ. ഞാൻ മറ്റു ചോദ്യം CPM-നോട് ചോദിക്കാം. മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ എന്തുകൊണ്ടാണ് ഈ ആശാ വർക്കർമാരെ ഉൾപ്പെടുത്താൻ കഴിയാത്തത്? അതങ്ങ് പറയൂ. മാനദണ്ഡങ്ങൾ ഈ പാവങ്ങൾക്ക് നിശ്ചയിച്ചതാരാണ്? അല്ലല്ല, മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ 700 രൂപ കിട്ടത്തക്ക രീതിയിൽ ഇവരെ കൊണ്ടുവരാൻ കേന്ദ്രത്തിന് എന്താണ് ബുദ്ധിമുട്ട്? അല്ലല്ല, അതാണ് ഞാൻ പറഞ്ഞത്. പബ്ലിക് ഹെൽത്ത്, അതായത് ഇവിടുത്തെ ആരോഗ്യ മേഖലയിലാണ് ഇവർ പണിയെടുക്കുന്നത്. ഈ കേന്ദ്ര സ്കീമിൽ പണിയെടുക്കുന്ന ഇവർക്ക് മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ സംസ്ഥാന സർക്കാരിന് വേജ് കൊടുക്കാൻ കഴിയുമോ? പ്രശാന്ത് മലവേൽ, എന്റെ ചോദ്യം അങ്ങ് കേൾക്കുന്നുണ്ടോ? മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ ഇവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ? എന്താണ് കഴിയാത്തത്? എന്തുകൊണ്ടാണ് കഴിയാത്തത്? ഈ സ്കീം കേന്ദ്രത്തിന്റെ അല്ലേ? കേന്ദ്ര സ്കീമിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ സംസ്ഥാന സർക്കാരിന് തൊഴിലാളികളെ പ്രഖ്യാപിക്കാൻ കഴിയുമോ? ഇവരുടെ സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് രാജ്യത്തെ മുഴുവൻ ആശാ വർക്കർമാരെയും കേന്ദ്രം എടുത്തിരിക്കുന്നത്. കേന്ദ്രം അവരെ സന്നദ്ധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരായി കേന്ദ്രം കണക്ക് കൂട്ടുന്ന ഇവരെ സംസ്ഥാന സർക്കാരിന് തൊഴിലാളികളായി പരിഗണിക്കാൻ കഴിയുമോ പ്രശാന്ത്? അവിടെയാണ് ഞാൻ രണ്ടാമത് പറഞ്ഞല്ലോ. അതായത് കേരളത്തിൽ ഈ ആളുകളെ കൊണ്ട് ഇരട്ടിയിലധികം പണിയെടുപ്പിക്കുന്നത് ആരാണ്? അത് രണ്ടാമത്തെ വിഷയമാണ്. അവിടെ ഇൻസെന്റീവുകൾ കൂട്ടിക്കൊടുക്കാൻ താങ്കൾക്ക് ആവശ്യപ്പെടാം. എന്റെ നേരിട്ടുള്ള 2 ചോദ്യങ്ങൾ. ഓണറേറിയം വർദ്ധിപ്പിക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനല്ലേ പറ്റൂ.
നമ്പർ 2, ഇവരെ വേജസ് ആക്ടിന്റെ പരിധിയിലുള്ള തൊഴിലാളികളായി പരിഗണിക്കണമെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അതിൽ ഭേദഗതി വരുത്തേണ്ടത്. ഈ 2 ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം നൽകും. സംസ്ഥാന സർക്കാരിന്റെ ചോദ്യം നമുക്ക് CPM-നോട് ചോദിക്കാം. എന്റെ ഈ 2 ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം നൽകും. ഓണറേറിയം കൂട്ടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ? കേരളത്തിന് മാത്രം വേറൊരു പോളിസി കേന്ദ്രത്തിന് കൊണ്ടുവരാൻ സാധിക്കുമോ? അല്ല, അതാണ് എന്റെ ചോദ്യം. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇവരെ തൊഴിലാളികളായി പരിഗണിച്ചിട്ടുണ്ടോ? അല്ല, തൊഴിലാളികളായിട്ട് പരിഗണിച്ചിട്ടല്ലാന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ അവരെ തൊഴിലാളികളെ പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവരെ മിനിമം വേജസ് ആക്ടിൽ കൊണ്ടുവരിക? സംസ്ഥാനങ്ങളിൽ യാതൊരു തരത്തിലുള്ള അല്ല, മിനിമം വേജസ് ആക്ടിൽ കൊണ്ടുവരേണ്ടത് ഇവർ രാവിലെ ഇറങ്ങിയിട്ട് രാത്രി 12 മണി വരെ പണിയെടുക്കുന്ന ആളുകളാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത്. അതാര് നിശ്ചയിച്ചതാണ്? ഇവർക്ക് 2-3 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന പണി രാത്രി വരെ പണി എടുപ്പിച്ചാൽ ചോദിക്കാനുള്ളത്. പക്ഷേ ഓണറേറിയം കൂട്ടിക്കൊടുക്കേണ്ടതല്ലേ? 2000 രൂപ ഓണറേറിയം എന്നത് മാറ്റേണ്ടതല്ലേ കേന്ദ്രം? അല്ല, അത് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഞാൻ അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. മിനി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കൂടി അരുൺകുമാർ നൽകും. അടൂര് കെ എസ് അരുൺകുമാർ, മിനിയും പ്രശാന്തും ചോദിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം, സംസ്ഥാന സർക്കാരല്ലേ 35 മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത്? സംസ്ഥാന സർക്കാരല്ലേ മറ്റു ജോലിക്ക് പൊക്കൊണ്ടിരുന്ന ആശാ വർക്കർമാരെ ആ ജോലികളിൽ നിന്ന് വിലക്കി അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവായി ഈ ജോലി നിശ്ചയിച്ചു കൊടുത്തത്? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇൻസെൻറ്റീവ് 700 രൂപയെങ്കിലും മിനിമം ഒരു ദിവസം കിട്ടത്തക്ക രീതിയിലേക്ക് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണ്ടേ? ഓണറേറിയം എന്നുള്ള പദപ്രയോഗം മാറ്റിവെക്കൂ, ശമ്പളം എന്നുള്ള പദപ്രയോഗം മാറ്റിവെക്കൂ. പക്ഷേ 35ഓളം ജോലികൾ ചെയ്യേണ്ടി വരുന്ന ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി ഇത്രയധികം കൂട്ടി നൽകിയതും മറ്റു ജോലികളിൽ നിന്ന് അവരെ വിലക്കിയതും സംസ്ഥാന സർക്കാരാണെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഒളിച്ചോടാൻ കഴിയില്ല. അത് കേന്ദ്രത്തിന് മേൽ ചാരിവെക്കരുത്. 2000 കൊടുക്കുന്ന ഉത്തർപ്രദേശിന്റെ പണിയല്ല കേരളത്തിലെ ആശാവർക്കർമാർ എടുക്കുന്നത്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. ഡോക്ടർ അരുൺ, ഈ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്ന സമരസമിതി നേതാവ് പ്രിയപ്പെട്ട സഹോദരി ശ്രീ മിനി, അവർ കേവലം ഒരു ആശാവർക്കർ മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്നായി പൊതുരാഷ്ട്രീയത്തിൽ ഇടപെട്ട് നന്നായി തെരഞ്ഞെടുപ്പുകളിലടക്കം പലതവണ മത്സരിച്ച ഒരു വ്യക്തിത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താം. അവർ മനഃപൂർവ്വം ഈ ചർച്ചയിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മറ്റൊരു ജോലിക്കും ആശാ വർക്കേഴ്സ് പോകാൻ പാടില്ല എന്ന ഉത്തരവ് കേരള സർക്കാർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി ആ ഉത്തരവ് കാണിക്ക്. ഡോക്ടർ അരുണിന് അയച്ചു കൊടുക്ക്. കേരള സർക്കാർ എന്താ പറഞ്ഞേ? മറ്റു മേഖലയിൽ ഫുൾ ടൈമറായി ജോലിയുള്ള ആളുകൾ ആശാ വർക്കർമാരായി ജോലി ചെയ്യാൻ പാടില്ല എന്നതാണ്. അതായത് ഒരു വാർഡിൽ ഒരു ആശാ വർക്കർ അവരുടെ സേവനം ഗർഭിണികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമൂഹത്തിന് കിട്ടണമെന്ന ഉറപ്പോടുകൂടി മറ്റു മേഖലകളിൽ ഫുൾ ടൈമറായി നിൽക്കുന്നവർ ആശാ വർക്കറായി എക്സ്ട്രാ ജോലി ചെയ്യരുതെന്നാണ്. അല്ലാതെ ആശാ വർക്കേഴ്സ് മറ്റു ജോലിക്ക് പോകരുതെന്നല്ല ഒന്നാമത്തെ കാര്യം. മിനി മറുപടി. അഡ്വക്കേറ്റ് അരുൺകുമാർ ആ ഓർഡർ എടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. ആശാ വർക്കർമാരായി പണിയെടുക്കുന്ന ആളുകൾ അതായത് തൊഴിലുറപ്പിനായിരുന്നു കൂടുതൽ ആളുകൾ പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത്. അങ്ങനെ ഒരു ഓർഡർ വരുന്ന സമയത്ത് 2000 രൂപയായിരുന്നു അന്ന് സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണറേറിയം. അപ്പോൾ തൊഴിലുറപ്പിനായിരുന്നു പ്രധാനമായിട്ടും സ്ത്രീകൾ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ 2 ഗവൺമെന്റ് ശമ്പളം വാങ്ങാൻ പാടില്ല എന്ന ന്യായമാണ് പറഞ്ഞത്. ചോദ്യം ഇതാണ്, അതായത് യസ്മിനി പറഞ്ഞത് ആശാവർക്കർ ആയിട്ടിരിക്കുന്ന ഒരാൾ മറ്റു തൊഴിൽ ചെയ്യാൻ പാടില്ല എന്ന് സർക്കാർ ഉത്തരവിറക്കി എന്നാണ്. പക്ഷെ തിരിച്ചല്ലേ, മറ്റേതെങ്കിലും ഫുൾ ടൈം ജോലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ ആശാവർക്കർമാരാവാൻ പാടില്ല? രണ്ടും രണ്ടല്ലേ യസ്മിനി? അങ്ങനെയല്ല, രണ്ടാണ്. അങ്ങനെയല്ല, അരുൺകുമാർ പറഞ്ഞ തെറ്റാണ്. ആശാവർക്കർ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ പാടില്ല. അത് ഉത്തമ ബോധ്യത്തോടു കൂടിയാണോ മിനി പറയുന്നത്? അതായത് ആശാവർക്കർമാരായി പ്രവർത്തിക്കുന്ന ആളുകൾ മറ്റു ജോലികളിൽ ഏർപ്പെടാൻ പാടില്ലെന്നാണോ പറയുന്നത്? മറ്റു ജോലികളിൽ ഫുൾ ടൈം ആയിട്ടിരിക്കുന്നവർ ആശാവർക്കർമാരാവാൻ പാടില്ലെന്നാണോ പറയുന്നത്? 35 ക്രൈറ്റീരിയ ഇവർ 35 പ്രശാന്ത് നോക്കൂ, ഇതിനകത്ത് ചില വസ്തുതകൾ പൊതുസമൂഹം അറിയാൻ വേണ്ടിയാണ് ഈ ചോദ്യം. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. അങ്ങ് ചോദിച്ച 2 ചോദ്യവും പ്രസക്തമാണ്. മിനി, എന്റെ ചോദ്യം മിനിയോടാണ്. ഇനി ഞാൻ പറയട്ടെ. അപ്പോ ഉത്തരവിനെ കുറിച്ച് പറയണം. ഉത്തരവിനെ കുറിച്ച് ശമ്പളം കൈപ്പറ്റാൻ പാടില്ല എന്ന ന്യായമാണ് പറഞ്ഞത്. പറയൂ, ഞാൻ പറയട്ടെ, അത് കേൾക്കൂ. അതോടൊപ്പം തന്നെ ഒരു ഒഴിവ് കൂടെ കൊടുത്തു. എന്താണെന്നറിയാമോ?
പഞ്ചായത്തിൽ മെമ്പറായിരിക്കുന്ന ഓണററിയും വാങ്ങാം, ആശാവർക്കറായി പ്രവർത്തിക്കുകയും ചെയ്യാം. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പഞ്ചായത്തുകളിൽ മെമ്പർമാരായിരിക്കുന്നത്? നമ്മൾ നോക്കൂ, കാര്യങ്ങൾ മനസ്സിലാക്കൂ. ഇതാണ് ആ ഉത്തരവ്, ഇതാണ് വന്നിരിക്കുന്നത്. നമ്മൾ വെറുതെ ചില കാര്യങ്ങൾ എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. അത് കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് തിരുത്തണം. അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റിയതായിട്ടാണെങ്കിൽ അങ്ങ് തിരുത്തണം. അതായത് ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാൾ ആശാവർക്കറായിട്ട് വന്നാൽ അവരുടെ സേവനം നടപ്പിലാക്കാൻ കഴിയില്ല. പക്ഷേ ആശാവർക്കർമാർക്ക് മറ്റു പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന് തടസ്സമുണ്ടോ? എവിടെയാണ് പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന് തടസ്സമുണ്ടോ മിനി? ഡോക്ടർ അരുൺകുമാർ, ഉണ്ട്. ആശാവർക്കർമാർക്ക് ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് മറ്റു ജോലി ചെയ്യുന്ന ആളുകളല്ലല്ലോ ആശാവർക്കർമാരായി വരുന്നത്, മറിച്ച് ആശാവർക്കർ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. മറ്റു പൂർണ്ണ തൊഴിലുകൾ എന്നല്ലേ, ഫുൾ ടൈം ജോബ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? പൂർണ്ണ തൊഴിലാണോ എന്ത് തൊഴിലാണോ അർത്ഥ തൊഴിലാണോ എന്നുള്ളതല്ല. ആശാവർക്കർമാർ അരുൺ, ഞാൻ പറഞ്ഞ വാചകത്തിൽ 100% ക്ലാരിറ്റിയോടെ ഞാൻ പറയുന്നു, മറ്റു മേഖലകളിൽ ഫുൾ ടൈം ജോലിയായി ചെയ്യുന്നവർ അവർ ആശാ വർക്കേഴ്സായിട്ട് ജോലി ചെയ്താൽ സമൂഹത്തിന് വേണ്ടത്ര സേവനം കിട്ടില്ല. അതാണ് ഗവൺമെന്റ് ഉത്തരവ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 62 വയസ്സായവർ റിട്ടയറായി പോകണം എന്നൊരു ഉത്തരവ് കേരള ഗവൺമെന്റ് ഇറക്കിയെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മിനി സഹോദരി, ആ ഉത്തരവ് ഒന്ന് കാണിക്ക്. അത്തരത്തിലൊരു ഉത്തരവ് കേരള ഗവൺമെന്റ് ഇറക്കിയിട്ടില്ല. ഇവിടെ 62 കഴിഞ്ഞവരും 65 ആയവരും 68 ആയവരും എല്ലാം ആശാ വർക്കേഴ്സായി നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇല്ല, നുണയാണ്, പച്ചയായ നുണ. ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറഞ്ഞു. അങ്ങനെ ഒരു ഉത്തരവ് 2022 മാർച്ച് 22 ഇറക്കിയ ഉത്തരവ്, മാർച്ച് 2-ന്, അതായത് എഴുതി വെച്ചോളുക അരുൺകുമാർ, 2022 മാർച്ച് 2-ന് ഇറക്കിയ ഉത്തരവാണ്. ആ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിയമസഭാ മാർച്ച് നടത്തിയതാണ്. അത് കഴിഞ്ഞിട്ട് മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ അത് ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അത് മരവിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു. കാസർഗോഡത്തെ ഒരു ആശയം ടെർമിനേറ്റ് ചെയ്തു. ഞങ്ങളത് തിരിച്ചടിപ്പിച്ചു. അപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ ഇങ്ങനെ എപ്പോഴും പച്ചക്കള്ളം മാത്രം അരുണിന്റെ മറുപടി കേൾക്കാം. അരുൺ, മിനി വ്യക്തമായി പറയുന്നു തീയതി സഹിതം, അത് പിന്നീട് പിൻവലിച്ചു എന്ന് പറയുന്നു, ഫ്രീസ് ചെയ്തു എന്ന് പറയുന്നു. അതെ, ആ ഉത്തരവ്, അതായത് 62 പെൻഷൻ പ്രായത്തിന്റെ ഉത്തരവ് ഗവൺമെന്റ് തന്നെ മരവിപ്പിച്ച് ഒരാളെയും ഈ കേരളത്തിൽ പിരിച്ചുവിട്ടിട്ടില്ല. ഒരാളും ഇപ്പോഴും അല്ല, ഞാൻ പറയുന്നു, ഗവൺമെന്റ് 62 വയസ്സിന് ശേഷം ഒരാളെയും പിരിച്ചുവിട്ടിട്ടില്ല. ഇപ്പോഴും 65-ഉം 68-ഉം വയസ്സായ ഒരു ജോലി ചെയ്യുന്നുണ്ട്. ആ ഉത്തരവ് മരവിപ്പിച്ചു എന്നുള്ളത് പൂർണ്ണമായി ശരിയാണ്. ഗവൺമെന്റ് ആ ഉത്തരവ് 16/10/2024 തന്നെ ആദ്യം ഞാൻ അങ്ങേക്ക് അയച്ച മിനിറ്റ്സിന്റെ ഭാഗമായി നോക്കിയാൽ മനസ്സിലാകും. അതിന്റെ ഭാഗമായി നിലവിൽ ആ ഉത്തരവില്ല. ഈ സമരം തുടങ്ങിയത് ഫെബ്രുവരി മാസമാണ്. 2024 തന്നെ ആ ഉത്തരവ് ഇറങ്ങിയപ്പോൾ തന്നെ അത് മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായതാണ്. മൂന്നാമത്തെ കാര്യം, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ ആശ്വാസ കിരൺ ഇൻഷുറൻസ് ആശാ വർക്കേഴ്സ് മറുപടി കൂടിയുണ്ട് മിനിക്ക്. ആ മിനിയുടെ അഭിപ്രായം കൂടി കേട്ട് പോവാം. ഒരു നിമിഷം കേസിലുണ്ട്, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരും, തീർച്ചയായും വരും. മിനി പറഞ്ഞോളൂ. ഡോക്ടർ അരുൺകുമാർ, ഈ മരവിപ്പിച്ചു എന്ന് പറഞ്ഞ ഉത്തരവിനെ സംബന്ധിച്ച് വീണ്ടും അന്വേഷണങ്ങൾ നടത്തുകയും കഴിഞ്ഞ മാസം ഞങ്ങൾ NHM ഡയറക്ടർക്ക് കൊടുത്ത അപേക്ഷയിന്മേൽ ഈ സമരം തുടങ്ങി 4ാമത്തെ ദിവസം ഞങ്ങൾക്കൊരു നോട്ടീസ് വന്നു. 62 വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് നിലനിൽക്കുന്നു എന്ന് വളരെ വ്യക്തമായി എഴുതിയ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. ലഭിച്ചതാണ് ഞങ്ങൾക്ക്. ഉത്തരവ് പിന്നെ HMന്റെ ഡയറക്ടർ എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ സമരക്കാരെ? ഒരിക്കലുമില്ല. 62 വയസ്സ് കഴിഞ്ഞ ഒരാളെയും പിരിച്ചുവിട്ടിട്ടില്ല. ആ ഇറങ്ങിയ ഉത്തരവ് CI2 നടത്തിയ സമരത്തിന്റെ ഭാഗമായി മാസങ്ങൾക്ക് മുമ്പ് മരവിപ്പിച്ചതാണ്. അതിൽ ഞാൻ 100% മിനി ആ ഉത്തരവ് കയ്യിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ NHMന്റെ ഡയറക്ടർ കൊണ്ട് ഉത്തരവ് ഇറക്കാൻ പാടുണ്ടോ? അങ്ങനെ ഉത്തരവ് മരവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ അല്ല, അങ്ങനെ ഇല്ല. മരവിപ്പിച്ച ഒരിക്കലും അങ്ങനെ ഉത്തരവ് ഇറക്കാൻ പറ്റുമോ? ഇവരിപ്പോ ഈ അവസാന ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ആദ്യം പറഞ്ഞല്ലോ,
അല്ല ആദ്യം ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ, ഇത് എന്റെ സമയമാണല്ലോ. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന തന്നെ നടത്തുകയാണ്. ക്രൈറ്റീരിയ ഏർപ്പെടുത്തിയത് CITU 62 വയസ്സിൽ പിരിച്ചുവിടാൻ ഉത്തരവിടിപ്പിച്ചത് ക്രൈറ്റീരിയ ഏർപ്പെടുത്തുന്നത് CITU അല്ല. സമരം ചെയ്ത് മാറ്റുമെന്ന് പറയാം. വളരെ വിചിത്രമായ ഒരു സംഘടനയാണ് കേട്ടോ, വളരെ വിചിത്രമായ സംഘടനയാണ്. അല്ലല്ല അല്ല അത് നിങ്ങൾക്ക് തോന്നും. കാരണം ആശാ വർക്കേഴ്സിനെ സംഘടിപ്പിച്ച് കൃത്യമായി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വെറും 1000 രൂപയുണ്ടായിരുന്ന ഓണറേറിയം അല്ല അതൊക്കെ നമുക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ട സഹോദരി, മനസ്സിലാകും. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വെറും 1000 രൂപയായിരുന്നു ഹോണറേറിയം. CITU നടത്തിയ സമരത്തിന്റെയും ഇടപെടലിന്റെയും ഭാഗമായി അത് പടിപടിയായി 7000 മാറി. ഇൻസെന്റീവ്, ഫിക്സഡ് ഇൻസെന്റീവും ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ ഇൻസെന്റീവും ഉണ്ട്. ഫിക്സഡ് ഇൻസെന്റീവ് ആയാലും ജനറൽ ഇൻസെന്റീവ് ആയാലും അതിനും മേലെ വാങ്ങിക്കുന്ന ആനുകൂല്യം കിട്ടുന്നവർ, പ്രോത്സാഹനം കിട്ടുന്നവർ ഈ കേരളത്തിലുണ്ട്. ഡോക്ടർ അരുൺ, ഞാൻ അങ്ങേക്ക് ഒരു പട്ടിക അയച്ചിട്ടുണ്ട്. ആ പട്ടിക 2024 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിൽ കേരളത്തിലെ ആശാ വർക്കേഴ്സ് മേടിച്ച ശമ്പളമാണ്. അതിൽ ഒക്ടോബർ മാസത്തിൽ 24.23% ആളുകൾ, ഒറ്റ മിനിറ്റ് 24.23% ആളുകൾ 3000 രൂപയിൽ കൂടുതൽ ഈ ഇൻസെന്റീവ് മേടിച്ചവരാണ്. അതായത് ജനറൽ ഇൻസെന്റീവ് മേടിച്ചവരാണ്. നവംബർ മാസത്തിൽ 37.77%, അതായത് ആകെയുള്ള 26,000 ആശാ വർക്കേഴ്സിൽ 9,333 പേർ 3000 രൂപയിൽ കൂടുതൽ ഇൻസെന്റീവ് മേടിച്ചവരാണ്. അതുപോലെ ഡിസംബർ മാസത്തിൽ 34.57% പേർ കൂടുതൽ. അതെങ്ങനെ മേടിച്ചെന്താ വെച്ചാൽ ഓരോ വാർഡിലും ഗർഭിണികളായ സ്ത്രീകൾ, കുട്ടികളുടെ എണ്ണം അവർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ടാണ്. ആ ഡ്യൂട്ടി നന്നായി ചെയ്യുന്നു. അതെ, അപ്പൊ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യം ഒരാളും ശ്രമിച്ചിട്ടില്ല. ഞാനൊരു നിവേദനം അങ്ങേക്ക് അയച്ചല്ലോ, അത് കണ്ടു. പക്ഷേ ഈ ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഇൻസെന്റീവ് ആണെങ്കിലും ഓണറേറിയം ആണെങ്കിലും നിലവിൽ 13,500 രൂപ വരെ പരമാവധി കിട്ടുന്നുണ്ട് എന്നാണ് സർക്കാരിന്റെ വാദം. അതിൽ 21,900 പേർക്ക് 10,000-നും 13,000-നും ഇടയിൽ ഇൻസെന്റീവും ഓണറേറിയം അടക്കവും കിട്ടിയിട്ടുണ്ട് എന്നാണ് സർക്കാർ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഞാനത് മിനിയോട് ചോദിക്കാനിരിക്കുകയാണ്. പക്ഷെ അവരുടെ ആവശ്യം ഇതുകൊണ്ടൊന്നും ഒരു കുടുംബം നടന്നു പോവില്ല. മറ്റു ജോലികളിൽ ഏർപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ 12-13 മണിക്കൂർ പണിയെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഈ പണം പോലും അവർക്ക് തികയുന്നില്ല. 7,000 എന്നുള്ളത് ഒരു ഒന്നാം ആവറേജ് ശരിയാണ്. 1,824 പേര് 7,000-നും 10,000-നും ഇടയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഇവരുടെ ജീവിതം കൂടിപ്പോവില്ലെന്നേ. അതുകൊണ്ടാണ് അനുഭാവപൂർവ്വം ഒരു 3,000 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് കൊടുത്തുകൂടെ എന്ന് ചോദ്യമുണ്ടാവുന്നത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഞാൻ ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് കെ സുനിൽകുമാറിലെ പോകുന്നു. 1 മിനിറ്റ് സമയത്തിനുള്ളിൽ മറുപടി നൽകണം. നേരത്തെ പ്രശാന്ത് മലവേലടക്കം ചോദിച്ചത് ഇവരുടെ ജോലി ആധിക്യം, 35 കണ്ടീഷൻസ്, അത് മിനി പറയുന്നത് CITU-കാരുടെ ഇടപെടലോടുകൂടി വന്ന 35 മാനദണ്ഡങ്ങൾ എന്നാണ്. ഇതടക്കം കേരള സംസ്ഥാനത്തെ ആശാവർക്കർമാർക്കും ഞാൻ പറയാം, ഇവിടെ 21,000 രൂപ ശമ്പളം വേണമെന്നാണ് ഇന്നലെ വരെ ഈ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് ആവശ്യപ്പെട്ടത്. ഇന്നിപ്പോൾ പറയുന്നു ഹോണറേറിയവും അതുപോലെ ഇൻസെന്റീവും കൂട്ടിയാൽ മതിയെന്ന്. എന്നാൽ CITU ആവശ്യപ്പെടുന്നത് ഈ രാജ്യത്താകമാനമുള്ള 10 ലക്ഷം ആശാ വർക്കേഴ്സിനും 26,000 രൂപ മിനിമം സാലറി കിട്ടാൻ പാകത്തിന് മിനിമം സാലറി കിട്ടാൻ പാകത്തിന് തൊഴിലാളിയായി അംഗീകരിച്ച് കൃത്യമായി സാലറി തന്ന് മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ പെടണം. ഞങ്ങൾ നവംബർ മാസത്തിൽ ഡൽഹിയിൽ വലിയ സമരം, കോച്ചി പിടിക്കുന്ന തണുപ്പിൽ ഈ രാജ്യത്തെ ആശാ വർക്കേഴ്സ് ഡൽഹിയിൽ പാർലമെന്റിൽ നടത്തിയ സമരത്തിന്റെ ആ നിവേദനം ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ വാചകം മാത്രം ഒന്ന് വായിക്കുക. AWFI organized march to parliament at Jantar Mandir demanding regularization minimum wages of 26,000 per month, social security and pension for ASHA workers and facilities, health for all ASHA workers, will door to do against the policies of മോഡി ഗവൺമെന്റ്. ആ ഒറ്റ ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും യൂണിയന്റെ ഭാഗമായിട്ടുള്ളതല്ല. പിന്നെ മറ്റൊരു കാര്യം, ഇൻഷുറൻസിന്റെ കാര്യം BJPയുടെ പ്രതിനിധി പറയുന്നുണ്ടായി. ഈ ആശാ വർക്കേഴ്സിന് ആശ്വാസ കിരൺ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, മുമ്പ് കൊണ്ടുവന്നതാ. ആ ഞാൻ പറയട്ടെ, ആശ്വാസ കിരൺ റദ്ദാക്കിയതാരാണ്? ആശാ വർക്കേഴ്സിന്, ഈ രാജ്യത്തുള്ള ആശാ വർക്കേഴ്സിന് ആശ്വാസ കിരൺ റദ്ദാക്കിയത് BJP സർക്കാരാണ്. മോഡി സർക്കാർ തന്നെ പറഞ്ഞിരുന്നു പുതിയ പദ്ധതികൾ, ആശ്വാസ നടപടികൾ, ആശാ വർക്കേഴ്സിന് ക്ഷേമ പദ്ധതി എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന്. ഒന്നും ചെയ്തില്ല. മുഖ്യമന്ത്രി MP-മാരുടെ യോഗം വിളിച്ചു പാർലമെന്റ് യോഗത്തിന് മുമ്പ്. 19 MP-മാരോടും പറഞ്ഞു നിങ്ങൾ ഡൽഹിയിൽ പാർലമെന്റിൽ ഈ ആവശ്യം ഉന്നയിക്കണം. 2 കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ,
ഒരാളും ഒരക്ഷരം ഉന്നയിച്ചില്ല. അങ്ങ് വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ പാർലമെന്റ് അംഗങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതിൽ നിന്ന് തെന്നി മാറി സമരസമിതി നേതാവ്. കാരണം ഇവരൊക്കെ ഈ സമരത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. സമര മുദ്രാവാക്യം പൂർത്തീകരിക്കാനോ നേടിയെടുക്കാനോ ഒരു സഹായവും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ സമരത്തിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഭൂരിഭാഗവും സംസ്ഥാന ഗവൺമെന്റ് ഫെബ്രുവരി മാസം 7-ാം തീയതി അഡ്രസ് ചെയ്തതാണ്, അതിൽ തീരുമാനമെടുത്തതാണ്. ആ തീരുമാനമെടുത്ത കാര്യങ്ങളാണ് നടപ്പാക്കി ഇൻസെന്റീവ് പൂർണ്ണമായി വിതരണം ചെയ്തത്. നമുക്ക് മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥ കിട്ടണം, ശമ്പളം തന്നെ കിട്ടണം, ആനുകൂല്യം ശക്തമായി മുന്നോട്ട് പോകും. പദ്ധതി അടക്കം അട്ടിമറിച്ചത് ആരാണ് എന്നുള്ളതാണ് മറിച്ചുള്ള ചോദ്യം. ഒരൊറ്റ കാര്യം, ഈ അരുൺകുമാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നവംബർ മാസത്തിൽ 9,000 ഓണററി വാങ്ങിച്ച ആളുകളുടെ കണക്ക്, ഡിസംബർ മാസത്തിൽ അതിൻ്റെ കണക്ക്, ജനുവരിയിൽ അതിൻ്റെ കണക്ക് നോക്കൂ. ആ പണിയെടുപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് നിലവിലുണ്ടായിരുന്ന ഓണറേറിയം കൊടുക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട അരുണെ ഈ ആളുകൾ ഈ തെരുവിൽ, ഈ ചുട്ടുപൊള്ളുന്ന തെരുവിൽ വന്നിരുന്നത്. അന്ന് നിങ്ങൾ പറഞ്ഞത് ഇത് കേന്ദ്രം തരാത്തത് കൊണ്ടാണ് കൊടുക്കാത്തത് എന്നായിരുന്നു. ഇപ്പൊ കേന്ദ്രം തന്നിട്ടാണോ നിങ്ങൾ കൊടുത്തത്? അതോ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഈ പാവങ്ങളെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് അല്ല ബി.ജെ.പിയുടെ പ്രതീതി പറയുന്നു 35 മാനദണ്ഡം. നമ്മൾ അത് വിശ്വസിച്ച് ആങ്കറും കോട്ട് ചെയ്തു 35 മാനദണ്ഡം. സമരസമിതി പറയുന്നു 10 മാനദണ്ഡം. ഈ ആശാ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്ന ജോലിയെല്ലാം എന്താണെന്ന് കൃത്യമായി നമ്മുടെ മുന്നിലുണ്ട്. ആ 10 ആണ് ഇപ്പൊ 5 മാനദണ്ഡമാക്കി കുറച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളിലാണ്. ആ സമരസമിതി നേതാവിനോട് ചോദിക്ക്. 5 നടപ്പിലായാൽ ഓണറേറിയം കിട്ടുമെന്നുള്ളതാണ്. ഓരോ സംസ്ഥാനത്തുമുള്ള ഹോണറേറിയം ഓരോ സംസ്ഥാനത്തും നിങ്ങളുടെ ആരോഗ്യ മേഖല വലിയ സമ്പന്നമാണ്, വലിയ 1-ാം നമ്പറാണ് എന്ന് പറയിപ്പിക്കുന്നത് ഈ പാവങ്ങൾ പണിയെടുക്കുന്നത് കൊണ്ടല്ലേ അരുണേ? എന്നിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാൻ അത് കേന്ദ്ര സർക്കാർ ഇതാരാണ് അംഗീകരിക്കുക? ഈ കഴിഞ്ഞ 3-4 മാസം നിങ്ങൾ ഇവർക്ക് ഓണറേറിയം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കേന്ദ്രം തരാത്തത് കൊണ്ടാണോ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓണറേറിയം കൊടുത്തത് കേന്ദ്രം തന്നിട്ടാണോ? അതുകൊണ്ട് ഈ പാവങ്ങളുടെ പണം ഇപ്പോൾ കുടിശ്ശിക കൊടുക്കാൻ പൈസ എവിടെ നിന്ന് കിട്ടി? അതാണ് ആയുഷ്മാൻ ഭാരതിന്റെ കാര്യം ഞാൻ പറയാം. കേന്ദ്രം തരാനുള്ള 638 കോടി രൂപ, അവസാന മാസത്തെ 100 കോടി രൂപ. ഇത് കണക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ, കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ആശാ വർക്കേഴ്സ് സമരത്തിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ 18 ദിവസം മുമ്പ് അല്ലല്ലോ വന്നത്. നവംബറിൽ വന്നു, ഡിസംബറിൽ വന്നു, ജനുവരി വന്നു. കേന്ദ്രം അത് മിസ്റ്റർ അരുൺ, ഇവിടെ കേന്ദ്രം തന്നില്ലെങ്കിലും വിവിധ മേഖലകളിൽ ഇപ്പൊ നെൽകർഷകർക്കായാലും നമ്മൾ പണം അല്ലെങ്കിൽ 10,000-ൽ താഴെ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ആശാ വർക്കർമാർ 3 മാസമായി പട്ടിണിയിലായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഇപ്പോൾ സമരം ചെയ്തതിന്റെ ഭാഗമായി, ഇനി CITU സമരം ചെയ്തതിന്റെ ഭാഗമായി അരുൺകുമാർ പറയുമായിരിക്കും. പക്ഷേ സമരത്തിന്റെ സമ്മർദ്ദം വരുന്നത് ഇപ്പോഴാണ്. ആ സമരത്തിന്റെ സമ്മർദ്ദത്തിൽ നിങ്ങൾ കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിച്ചു. കേന്ദ്ര സർക്കാർ ഇപ്പോഴും തന്നിട്ടില്ലല്ലോ. ഈ പണം നേരത്തെ കൊടുക്കായിരുന്നില്ലേ? നവംബറിൽ, ഡിസംബറിൽ, ജനുവരിയിൽ ഈ പറയുന്ന ആശാ വർക്കർമാർക്ക് ആ പൈസ കൈ കിട്ടുമായിരുന്നില്ലേ? ഇത് ഒറ്റ ഡോക്ടർ അരുൺ, ഒറ്റ കാര്യം, ഇത് മാസമല്ല ഈ ശമ്പളത്തിന്റെ അലോട്ട്മെന്റ്. ഓരോ ജില്ലാ കേന്ദ്രത്തിലേക്കും 3 മാസത്തെ ശമ്പളം ഒറ്റ ഗഡുവായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഫെബ്രുവരി മാസം തീരാൻ പോകുന്നേ ഉള്ളൂ. നാളെ തീരും, ഫെബ്രുവരി തീരും. ഈ മാർച്ച് വരെയുള്ള ശമ്പളം ഓൾറെഡി അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അതൊക്കെ സംസ്ഥാന സർക്കാർ വിചാരിച്ച മാറ്റാൻ കഴിയില്ലേ? ഓരോ മാസത്തെയും ഓണറേറിയം കൃത്യമായ മാസത്തിൽ കൊടുക്കാൻ സംസ്ഥാന സർക്കാർ, ഇച്ഛാശക്തിയുള്ള സർക്കാർ വിചാരിച്ചാൽ നടക്കില്ലേ അരുൺ? അതുകൊണ്ട് അതൊരു മുട്ടാപ്പോക്കാണ്. 3 മാസം മാത്രമാണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാലം അങ്ങനെ കഴിയും. ഇവർ മറ്റൊരു പൂർണ്ണ തൊഴിലും ഏർപ്പെടാൻ പാടില്ലെന്ന് ഇതേ സർക്കാർ തന്നെയല്ലേ ഏർപ്പാടാക്കിയത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ അവിടെ നിൽക്കുന്ന ഒരു നിമിഷം. പക്ഷെ പ്രശാന്ത മലവേൽ ഒറ്റ ചോദ്യം. 100 കോടി കുടിശ്ശികയുണ്ടെന്ന് പറയുന്നു. ശരി, അത് കേന്ദ്ര സർക്കാർ കൊടുക്കട്ടെ. കേന്ദ്ര സർക്കാരിൽ നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷേ എനിക്കൊരൊറ്റ ചോദ്യം. 13,000 രൂപ കൈപ്പറ്റിയ 21,900 ആളുകൾ, 10,000-നും പ്രശാന്തന്റെ ചോദ്യം ഇതാണ്. പ്രശാന്ത് ഒരു നിമിഷം. 10,000 രൂപയ്ക്കും 13,000 രൂപയ്ക്കും ഇടയിൽ 21,900 പേർ ഇൻസെന്റീവും ഓണറേറിയവും കൈപ്പറ്റിയിട്ടുണ്ട് ഈ ഡിസംബർ മാസത്തിൽ. 13,000-നും 10,000-നും ഇടയിൽ. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്രയാണെന്ന് താങ്കൾക്കൊന്ന് പറയാമോ പ്രശാന്ത്? അത് അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ മറ്റൊരു കള്ളമാണ്.
അതെല്ലാം കള്ളാണ്. യാഥാർത്ഥ്യം വന്ന് നിങ്ങൾ പറഞ്ഞ നുണ മുഴുവൻ പൊളിഞ്ഞടങ്ങി കള്ളമാണ്. ഒരു നിമിഷം എനിക്ക് പ്രശാന്തിനോടുള്ള ചോദ്യം മറുപടി ഞാൻ മിനിയിലേക്ക് വരാം. പ്രശാന്ത് മറുപടി. അല്ലല്ല, സന്നദ്ധ സേവകർക്ക് ഓരോ കാര്യത്തിനും ഇൻസെൻറ്റീവ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഇൻസെൻറ്റീവ് തന്നെയാണ് രാജ്യത്ത് മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലും സംശയവും അക്കാര്യത്തിലില്ല. ഇന്ന് വീണ ജോർജ് മിനിസ്റ്റർ പറഞ്ഞത് 13,000 രൂപ ഒരു ആശാവർക്കറിന് കിട്ടിയാൽ 9,500 രൂപയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. ശരിയാണോ അല്ലയോ? അല്ല, അതില് നാഷണൽ ഹെൽത്ത് മിഷൻ ഒരു സ്കീമാണ്. ആ സ്കീമിലേക്ക് അവർ അതിലേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന തുകയാണ്. അത് സംസ്ഥാന സർക്കാരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരാണ് എടുത്ത് കൊടുക്കുന്നത്. സർക്കാരിന്റെ ബഡ്ജറ്റിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നു. 3,500 രൂപയാണ് നിങ്ങൾ കൊടുക്കുക പരമാവധി. എതിർപ്പുണ്ടോ? ഒരിക്കലുമല്ല. ഈ ഓണറേറിയം 13,000 രൂപയിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്ര, സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എത്ര? 13,000 രൂപ ഇൻസെന്റീവും ഓണറേറിയവും അടങ്ങിയിരിക്കുന്ന തുകയും സംസ്ഥാന സർക്കാരിന്റെ എത്ര, കേന്ദ്രത്തിന്റെ എത്ര? ആ ഒരു ഉദ്ദേശം പറഞ്ഞാൽ മതി. അത് സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്നതാണ്. അവിടെ സംസ്ഥാന സർക്കാരിന് 21,000 ഓണറേറിയം നിശ്ചയിച്ചൂടെ, എടുത്തുകൂടെ? ഈ സ്കീം കേന്ദ്രത്തിന്റെ അല്ലേ? ഓണറേറിയം കേന്ദ്രമല്ലേ തീരുമാനിക്കുക? ഇൻസെന്റീവ് അല്ലേ സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ കഴിയും? അപ്പൊ താങ്കൾ പറഞ്ഞു കേരളത്തിൽ 13,000 രൂപ കിട്ടുന്നിടത്ത് 9,500 രൂപയും സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണെന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ 21,000 നിശ്ചയിച്ചുകൂടെ? അതിന്റെ 60% കേന്ദ്രം കൊടുക്കില്ലേ? നിശ്ചയിക്കാം. പക്ഷേ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൊടുക്കാനുള്ള 100 കോടി രൂപ എന്താ കൊടുക്കാത്തത്? 100 കോടി രൂപ മാർച്ച് 31 ഡോക്ടർ അരുൺ. ശരി, മാർച്ച് 31 കൊടുത്തു. ഞാൻ മിനിയിലേക്ക് വരാം, സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാ. മിനി, ഇതിൽ കേന്ദ്ര സർക്കാർ തരാഞ്ഞതായാലും സംസ്ഥാന സർക്കാർ തരാഞ്ഞതായാലും ബാധിക്കുന്നത് നിങ്ങളെയാണ്. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞു ഈ 13,000 രൂപയുടെ ഒരു കണക്ക് ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 10,000-നും 13,000-നും ഇടയിൽ 21,900 ആശാ വർക്കർമാർക്ക്, അതായത് 26,125 പേരിൽ 21,900 പേർക്കും 10,000-നും 13,000-നും ഇടയിൽ ഇൻസെന്റീവും ഓണററിയുമായിട്ട് ഡിസംബർ മാസത്തിൽ കൈപ്പറ്റി എന്നാണ് പറയുന്നത്. അത് നുണയാണോ സത്യമാണോ? അത് അവാസ്തവമായൊരു കാര്യമാണ്. ഞങ്ങൾ ഈ സമരപ്പന്തൽ വന്ന ആയിരക്കണക്കിന് ആളുകളോട് ചോദിച്ചു, അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇവിടെ ചില ആളുകൾ 13,200, ചില ആളുകൾ 17,200, 21,000 ഒക്കെ കൊടുക്കുന്ന സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നതെന്ന്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ടാകും. അപ്പോ നിങ്ങൾ അരുൺകുമാർ ഒന്നും മിണ്ടാതിരിക്കും. ഞാൻ എന്റെ ഊഴല്ലേ, സംസാരിക്കട്ടെ. നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ വാചകം അടിക്കുന്നതാണല്ലോ, എന്റെ കൂടെ സംസാരിക്കാതിരിക്കും. അപ്പോ ഇത് പച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഈ സമരത്തിന്റെ മുദ്രാവാക്യം ന്യായമാണെന്ന്. കേരളത്തിൽ 232 രൂപ, അത് വല്ലപ്പോഴും കിട്ടും. ഇവിടെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഇത് ആദ്യമായിട്ടല്ല കുടിശ്ശിക വന്നിരിക്കുന്നത്. ഈ സ്കീം ഉണ്ടായ കാലം മുതൽ 4-5 മാസം കൂടുമ്പോ ഞങ്ങൾ സമരം ചെയ്തിട്ടാണ് ഓരോ മാസത്തെ റിലീസ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ആദ്യമായിട്ടുണ്ടായ സംഭവമല്ല. ഇത് പൊറുതി മുട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. CIT ആശമാര് പറയട്ടെ, CIT സംഘടന അവർക്ക് മാത്രം പണം കൊടുക്കുന്നുണ്ടോ എന്ന്? ഇല്ല. ഈ കേരളത്തിലെ ആശാ വർക്കർമാർക്ക് 4-5 മാസം കൂടുമ്പോഴാണ് 1-2 മാസത്തെ വേതനം കിട്ടുന്നത്. അത് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്തിട്ടാ, ചുമ്മാതല്ല, ആദ്യമായിട്ടല്ല. അപ്പൊ അതുകൊണ്ട് അവാസ്തവമായ കാര്യങ്ങൾ പറയരുത്. ഇപ്പോൾ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന അരുൺകുമാർ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും കൂടെ 21,000 അല്ല, ഓണറേറിയം 21,000 രൂപ കിട്ടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സാങ്കേതിക സംശയമാണ്, തെറ്റുണ്ടെങ്കിൽ അങ്ങേക്ക് തിരുത്താം. ഓണറേറിയം സംസ്ഥാന സർക്കാരിന് മാത്രമായി വർദ്ധിപ്പിക്കുക സാധ്യമാണോ? ഇൻസെന്റീവ് എന്നാണ് ഉദ്ദേശിച്ചത്? സാധ്യമാണ്. എന്തുകൊണ്ട് സാധ്യമല്ല? സാധ്യമല്ല എന്ന് പറയുന്നതിന്റെ ന്യായം നിരത്തുക. സാധ്യമല്ല എന്ന് പറയുന്നതിന്റെ ന്യായം നിരത്തുക. അല്ല, ഈ കേന്ദ്ര സർക്കാരിന്റെ സ്കീമിൽ ആശാ വർക്കർമാരെ സന്നദ്ധ സേവകരായി കണക്കാക്കുമ്പോൾ അവർക്കുള്ള ഓണറേറിയത്തിന്റെ 60% കേന്ദ്രമല്ലേ നൽകേണ്ടത്? നിങ്ങൾ ഈ ഡോക്ടർ അരുൺകുമാർ, ഈ സംസ്ഥാനത്ത് ജീവിച്ചിരിക്കുന്ന സ്ത്രീകൾ, കുടുംബം നോക്കുന്ന ആളുകൾക്ക് അവർക്ക് മിനിമം ജീവിച്ചിരിക്കാനുള്ള പണം ഉറപ്പാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കണം. നമ്മളിത് കേവലം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു സാങ്കേതിക പ്രശ്നമായി നമ്മളിതിനെ യഥാർത്ഥത്തിലുള്ള നമ്മൾ സംസാരിക്കുന്ന ഒരു സ്കീമിനുള്ളിൽ നിന്നുകൊണ്ടാണ്.
ആ സ്കീമിന് പുറത്തേക്ക് ആശാ വർക്കർമാർ എത്തിയിട്ടില്ല. ഇപ്പോഴും ആ സ്കീമിനുള്ളിൽ തന്നെയാണ് ആശാ വർക്കർമാർ. അതുകൊണ്ടാണല്ലോ കേന്ദ്രവിഹിതം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കാത്തതിൽ നിങ്ങൾക്ക് പരാതിയില്ലേ എന്നതാണ് എന്റെ ചോദ്യത്തിന്റെ അടിസ്ഥാനം. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ മിനിയോട് യോജിക്കുന്നു. ഈ പറയുന്ന ജോലിയുടെ ബാഹുല്യം, ഇതിന്റെ ഇൻസെന്റീവുകൾ കുറയുന്നത്, കൃത്യസമയത്ത് നൽകാത്തതൊക്കെ ആശാവർക്കർമാർ പറയുന്നത് ശരിയാണ്. പക്ഷേ കേന്ദ്രം ഈ ഓണറേറിയം 2000 എന്ന് ഫിക്സ് ചെയ്തിരിക്കുന്നതിൽ നിങ്ങൾക്കൊരു പരാതിയുമില്ലേ? ഡോക്ടർ, ഞങ്ങൾക്ക് പരാതിയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തിന് ഈ 7000 രൂപയിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ജോലി ഭാരം കുറച്ചുകൊണ്ട് ദിവസത്തിൽ 2-3 മണിക്കൂർ അതിനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ബാക്കി സമയത്ത് അവർക്ക് മറ്റു ജോലിക്ക് പോകാനുള്ള അവസരം കൊടുക്കണം. ഇത് അതില്ലല്ലോ. അതാണ് ന്യായമായിട്ടുള്ള മറ്റൊരു ആവശ്യം. പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് കൂലി തരില്ല എന്ന് പറയുകയും ചെയ്യുന്നത് ന്യായമാണ്. ശരി ബിനി, സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നു. തീർച്ചയായും ന്യായമായ സമരത്തിന്റെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണം. ആശാവർക്കർമാർ നമ്മുടെ കാവലാൾ പടയാളികളാണ്. അവരെ ചിഹ്നിപ്പിക്കാനും ദുർബലപ്പെടുത്താനും മറ്റു സമരമാർഗങ്ങൾ സ്വീകരിക്കലല്ല രീതി. അതേസമയം തന്നെ ആശാവർക്കർമാർ സമരത്തിന്റെ യഥാർത്ഥ കാരണം തിരിച്ചറിയുകയും വേണം. Debate with Dr. Arun Kumar.